പശുവിൻ പാലും എരുമപ്പാലും കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്നാൽ ഇവ തമ്മിൽ ചില കാര്യങ്ങളിൽ നേരിയ വ്യത്യാസങ്ങളുണ്ട്. ഒരാളുടെ ശാരീരിക ആവശ്യം വിലയിരുത്തി വേണം ഏത് പാൽ കുടിക്കുന്നതാണ് അനുയോജ്യമെന്ന് മനസ്സിലാക്കാൻ. കൊഴുപ്പ് കൂടുതൽ എരുമപ്പാലിന്. പശുവിൻ പാലിലെ കൊഴുപ്പിന്റെ അളവ് എരുമപ്പാലിനേക്കാൾ 4% കുറവാണ്. സാധാരണയായി പശുവിൻ പാലിൽ 3 മുതൽ 4% കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. എന്നാൽ എരുമപ്പാലിൽ 7 തൊട്ട് 8 വരെ കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. പശുവിൻ പാലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എരുമപ്പാൽ ദഹിക്കാൻ എളുപ്പമല്ലെന്ന് കരുതുന്നതിന് പിന്നിലെ കാരണം ഇതാണ്. ജലാംശം കൂടുതൽ. അമ്മയുടെ പാൽ കുടിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും പശുവിൻ പാൽ മാത്രമേ നൽകാറുള്ളൂ. കാരണം പശുവിൻ പാല് കട്ടി കുറഞ്ഞതും 88% വരെ വെള്ളവും അടങ്ങിയിരിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ദഹിക്കാൻ എളുപ്പമാകും. 100 ഗ്രാം പശുവിൻ പാലിൽ 88% വെള്ളവും എരുമപ്പാലിൽ 60 തൊട്ട് 70% വരെ വെള്ളവുമുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ പശുവിൻ പാൽ കുടിക്കുന്നതാണ് ഉത്തമം. പ്രോട്ടീൻ വേണമെങ്കിൽ എരുമപ്പാൽ. ശരീരത്തിൽ പ്രോട്ടീൻ കുറവാണെങ്കിൽ എരുമപ്പാൽ കുടിക്കുന്നതാണ് മികച്ച ഓപ്ഷൻ. പശുവിൻ പാലിനേക്കാൾ 10 മുതൽ 11% വരെ പ്രോട്ടീൻ എരുമപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. കലോറി. എരുമപ്പാലിൽ പ്രോട്ടീനും കൊഴുപ്പും കൂടുതലാണ്. അതേസമയം പശുവിൻ പാലിൽ ഇവ രണ്ടും കുറവാണ്. 1 കപ്പ് എരുമപ്പാലിൽ നിന്ന് നിങ്ങൾക്ക് 273 കലോറി ലഭിക്കും. 1 കപ്പ് പശുവിൻ പാലിൽ നിന്ന് നിങ്ങൾക്ക് 148 കലോറി മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനാൽ അമിതവണ്ണമുണ്ടെങ്കിൽ എരുമപ്പാൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാൽഷ്യം. എരുമപ്പാലിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടുതലാണ്. ഇത് അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഉത്തമമാണ്. പതിവായി എരുമപ്പാൽ കുടിക്കുന്നത് ഓസ്റ്റിയോപൊറോസിസ് തടയും. എരുമപ്പാലിൽ ഇരുമ്പും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ഇരുമ്പ്. ഹൃദയപേശികൾ അടക്കമുള്ള മസിലുകളുടെ മികച്ച പ്രവർത്തനത്തിന് സഹായിക്കുന്നതുമാണ് ഇരുമ്പ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പശുവിൻ പാലിനെ കുറിച്ച് എരുമപ്പാലിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.